ഹായ് എവരിവൺ. സോ നിങ്ങൾ കാത്തിരുന്ന ഓൾ ഇന്ത്യയുടെ MBBSന്റെയും BDSന്റെയും തേർഡ് റൗണ്ടിന്റെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചോ ഇല്ലയോ എന്നൊക്കെ മക്കൾക്ക് മനസ്സിലാക്കാനായിട്ട്, സീറ്റ് ലഭിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ല. അതിന് തേർഡ് അലോട്ട്മെന്റ്, അതായത് റൗണ്ട് 3യുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ വരണം. തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് എന്നുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റൂ. അതിന് നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യണം. യെസ്, പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും ലാസ്റ്റ് റാങ്ക് ഒക്കെ മനസ്സിലാക്കാനും എല്ലാം സാധിക്കും. അപ്പൊ അവര് പറയുന്നത് ഇന്ന് 11 മണിക്ക് ശേഷം, ഇന്ന് 11 മണിക്ക് മുൻപായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു അലോട്ട്മെന്റിൽ ലിസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അയക്കാനുള്ള ടൈം അതുവരെയാണ്. അതിനുശേഷം ഈ പ്രൊവിഷണൽ ഫൈനൽ ആയിട്ട് കൺഫേം ചെയ്യും. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെയോട് കൂടിയോ തന്നെ നിങ്ങൾക്ക് അറിയാം കോളേജിൽ പോയിട്ട് എന്ന് തൊട്ട് ജോയിൻ ചെയ്യാം. മിക്കവാറും നാളെ തൊട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമായിരിക്കും. യെസ്, അപ്പോൾ നമുക്കറിയാം ഇന്ന് 11 മണിക്ക് ശേഷം എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഫൈനൽ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് അതിന് മുൻപ് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈമാണ്. ഇനി ഇത് തന്നെയാണ് ഫൈനൽ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ പക്ഷെ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ MCCയുടെ വെബ്സൈറ്റിൽ വരണം. യെസ്, ഇനി കിട്ടിയവരും കിട്ടാത്തവരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാം. റൗണ്ട് 3യിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും? ഓൾ ഇന്ത്യ ആണെങ്കിലും കേരളയാണെങ്കിലും ഇനി നടക്കാൻ പോകുന്നത് സ്ട്രേ വേക്കൻസി ആണല്ലേ. കേരളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് 2 മണി വരെ റീഅറേഞ്ച്മെന്റും ഒക്കെ സാധ്യമാണ്. 25th 24th 25th ആയിട്ട് ആദ്യ തേർഡിന്റെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുന്നതാണ്. നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. യെസ്, ഓൾ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ രണ്ടാണെങ്കിലും സ്ട്രേ വേക്കൻസിയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. എന്നാൽ റൗണ്ട് 3യിൽ സീറ്റ് അലോട്ട് ചെയ്തിട്ടും ജോയിൻ ചെയ്യാത്ത ആളുകളോടാണ് നമ്മളുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിനനുസരിച്ച് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. അതായത് ഓൾ ഇന്ത്യയുടെ ഇനി വരാൻ പോകുന്ന എല്ലാ റൗണ്ടുകളിൽ നിന്നും നിങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. അതുമാത്രമല്ല നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവർ പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വലിയ എമൗണ്ട് മക്കൾക്ക് നഷ്ടപ്പെടും. അത് മാത്രമല്ല ഇനി നടക്കാൻ പോകുന്ന റൗണ്ടുകളിൽ നിന്ന് നിങ്ങളെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. യെസ്, ഓക്കെ. ഇനി അലോട്ടഡ് സീറ്റിൽ കിട്ടിയ സീറ്റിൽ അലോട്ട്മെന്റ് ലഭിച്ച സീറ്റിൽ പോയി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി ഒരു അപ്ഗ്രഡേഷൻ ഒന്നും പോസിബിൾ അല്ല. വൺസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാനോ അപ്ഗ്രേഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇപ്പൊ സെക്കൻഡ് റൗണ്ടിലാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, തേർഡിലേക്ക് പോകുമ്പോൾ അപ്ഗ്രഡേഷന് കൊടുക്കാം അല്ലെ, വേറെ കോളേജുകളിലേക്ക് മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷെ തേർഡിൽ വൺസ് ജോയിൻ ചെയ്താൽ അത് പെർമനന്റ് ആണ്. സ്ട്രേ വേക്കൻസി വരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് കോളേജ് മാറാന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. വൺസ് ജോയിൻ ചെയ്താൽ ജോയിൻ ചെയ്തതാണ്. എന്നാൽ ഇനി അലോട്ട്മെന്റ് ലഭിച്ച സീറ്റിൽ പോകണ്ടെന്ന് വിചാരിച്ചാലും എലിമിനേറ്റ് ചെയ്യപ്പെടും. ഇനി MCCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമായിരിക്കും പിന്നീട് എക്സിറ്റ് ചെയ്യാൻ പറ്റുക. അത് വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ എക്സിറ്റ് ചെയ്യാം എന്നൊരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം റൗണ്ട് 3യിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ അവിടെ പോയി ജോയിൻ ചെയ്യില്ലെങ്കിൽ നിങ്ങൾ എലിമിനേറ്റ് ആവും. എല്ലാ റൗണ്ടിൽ നിന്ന്, ഇനി വരാൻ പോകുന്ന റൗണ്ടിൽ നിന്നൊക്കെ എലിമിനേറ്റ് ആവും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നഷ്ടപ്പെടും. ഇനി വൺസ് പോയി കോളേജിൽ ജോയിൻ ചെയ്താലോ അപ്ഗ്രഡേഷൻ പറ്റുമോ? ഇല്ല, നോ അപ്ഗ്രഡേഷൻ ഈസ് നോട്ട് പോസിബിൾ. അത് മാത്രമല്ല അവിടെ നിങ്ങൾ പെർമനന്റ് ആയിട്ട് പഠിക്കുകയും വേണം, റിസൈൻ ചെയ്യാനും പറ്റില്ല. ഓക്കെ. അതേപോലെ ഇനി അപ്ഗ്രഡേഷൻ കിട്ടിയ കുട്ടികൾ, റൗണ്ട് 2ൽ അപ്ഗ്രഡേഷന് കൊടുത്ത് കോളേജ് വേറെ ക്യാമ്പസ് കിട്ടിയ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണെങ്കിലും റൗണ്ട് 2ലെ സീറ്റ് റിലീവ് ചെയ്യുക, അവിടുന്ന് ഇറങ്ങി പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് ജോയിൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ മക്കളെ? 3 കാറ്റഗറിയാണ്. ഒന്ന്, തേർഡ് റൗണ്ടിലും അഡ്മിഷൻ കിട്ടാത്തവർ, അവർക്ക് എങ്ങോട്ടേക്ക് പോവാം? സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് പോവാം. 2, അഡ്മിഷൻ കിട്ടിയവര്. ആ കിട്ടിയവര് ഈ പറയുന്ന ടൈമിനുള്ളിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും? ഇനി വരാൻ പോകുന്ന സ്ട്രേ വേക്കൻസി റൗണ്ടുകളിൽ നിന്നൊക്കെ എലിമിനേറ്റ് ചെയ്യും. ഓൾ ഇന്ത്യയുടെ ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നഷ്ടപ്പെടും. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും MCCയുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്ന് റിസൈൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കിട്ടിയാൽ യു ക്യാൻ റിസൈൻ. അല്ലെങ്കിൽ അതർവൈസ് ദർ ഈസ് നോ പോസിബിലിറ്റി. ഓക്കെ. ഇനി മൂന്നാമതൊരു കാറ്റഗറി എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. മൂന്നാം ഘട്ടത്തിൽ റൗണ്ട് 3യിൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്തു. ഇനി അപ്ഗ്രഡേഷൻ പോസിബിൾ ആണോ? നോ, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സീറ്റിൽ തന്നെ
യു ക്യാൻ കണ്ടിന്യൂ. അവിടെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചൊരു നല്ല ഡോക്ടറായിട്ട് പുറത്തേക്ക് ഇറങ്ങും. യെസ്, ഇനി അപ്ഗ്രഡേഷൻ കിട്ടിയ കുട്ടികളാണെങ്കിൽ റൗണ്ട് 2-ൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടവർ റൗണ്ട് 2-ൽ ഏത് കോളേജിലാണോ ക്യാമ്പസിലാണോ അഡ്മിഷൻ എടുത്തത് അവിടെ നിങ്ങൾ പോയിട്ട് ആ സീറ്റ് റിലീവ് ചെയ്യണം. റിലീവ് ചെയ്ത് പുതിയ റൗണ്ട് 3-ൽ കിട്ടിയ കോളേജിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇന്ന് വൈകുന്നേരവും നാളെയൊക്കെ ആയിട്ട് നമ്മൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം പോയിട്ട് ജോയിൻ ചെയ്യാം. എനിവേ നിങ്ങളുടെ സാധ്യത നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.